ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ. ബ്രഹ്മാവിനായിട്ടാണ് ഈ ഭാഗവതം ഉപദേശിച്ചത്. എവിടെയാണ് ബ്രഹ്മാവ് ഉണ്ടായിരുന്നത്? ബ്രഹ്മണി നാഭിപങ്കജേ സ്ഥിതായ, ഭഗവാന്റെ നാഭിയിലുള്ള താമരയിലാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹചര്യം? ഭവഭീതായ, സംസാരത്തെ ഭയപ്പെട്ട് സൃഷ്ടിയിൽ ആദ്യം ലോകത്തേക്ക് വന്നു. ഇതെല്ലാം കൂടി കണ്ട് പരിഭ്രമിച്ച് ഞാനിനി എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽപ്പെട്ട് ഭയഭീതനായ, അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ആ ബ്രഹ്മദേവനാണ് ഭഗവാൻ പറയണത്, സമാധാനിക്കൂ, വഴിയുണ്ട്. ജ്ഞാനിയായി സൃഷ്ടിയൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള വലിയ സങ്കീർണമായ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ മുൻപിൽ നിന്നതായിട്ടുള്ള ബ്രഹ്മാവിനോട് ഭഗവാൻ പറയുന്നു അതിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചതുശ്ലോകി ഭാഗവതമാണ് അല്ലെ, 4 ശ്ലോകത്തിലാണ് ആദ്യം ഉപദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ എസൻസ് മുഴുവൻ, ഭാഗവതത്തിൻ്റെ താല്പര്യം, പറയാനുള്ള കാര്യങ്ങളെ മുഴുവൻ 4 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കും. സത്സംഗങ്ങളിലൂടെ തുടങ്ങുന്ന ഭക്തി വളരുകയും ദൃഢപ്പെടുകയും ചെയ്യുമ്പോൾ ജ്ഞാനവും വൈരാഗ്യവും തനിയെ വന്നു ചേരുമെന്നാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നതെന്ന് സ്വാമി നിഖിലാനന്ദ സരസ്വതി. പരമതത്വസമീക്ഷ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിഷാരണ്യത്തിലെ സഭാനികേതനിൽ വ്യാസപ്രസാദം പ്രതിമാസ സത്സംഗ പരമ്പരയുടെ 36-ാം സർഗത്തിൽ ജ്ഞാനവിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മത്തിലേക്ക് ഒരു ഭാഗവത യാത്ര എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭാഗവത പരിവ്രജനത്തിൽ വിങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിലെ പ്രണിത സ്വരൂപ, ബ്രഹ്മാചരണി നന്ദിത സ്വരൂപ എന്നിവർ ക്ലാസ് എടുത്തു. എ.കെ. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സമൂഹ വിഷ്ണു സഹസ്രനാമജപം, ഭാഗവത പാരായണ പരിശീലനം, സംശയ നിവാരണം എന്നിവയും ഉണ്ടായിരുന്നു. വ്യാസ തപോവനം അധ്യക്ഷൻ പ്രൊഫസർ സാധു പത്മനാഭൻ, കെ. വിജയൻ മേനോൻ, രമേഷ് കേച്ചേരി, സ്വാമി ബ്രഹ്മഹർഷി ദേവപാലൻ എന്നിവർ പ്രസംഗിച്ചു. മനസ്സിലെ പോഷണനെ നമ്മൾ എത്ര ഗൗരവം, എത്ര ഇമ്പോർട്ടൻ്റ് മഹത്വം കൊടുക്കുന്നില്ല. അപ്പോൾ ദിവസം കുറച്ച് നേരം മനസ്സിനെ പോഷിപ്പിക്കാൻ ഈ നല്ല ചിന്തകൾ, ഈ നല്ല വാക്കുകളെ പറ്റി കുറിച്ച് ആലോചിക്കാം. ഇവിടെ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, പരീക്ഷിച്ച് ഞാൻ എങ്ങനെ മനസ്സ് ശുദ്ധാവും, ഇപ്പോൾ പ്രണതിജി വായിച്ചത്. ദിവസം കുറച്ച് നേരം സ്വാമിജി പറയാറുണ്ടോ? 20 മിനിറ്റ് ആയാലും കുറച്ച് നേരം, 20 മിനിറ്റാണ് സ്വാമിജി പറയാറുണ്ട്. You are watching VCV News.